Praise the Lord. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. Hallelujah. എല്ലാവർക്കും കേൾക്കാവോ? കേൾക്കാം. കേൾക്കാം. നമ്മളിന്ന് എത്രാം ദിവസമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഈ പെന്തക്കോസ്തായിക്ക് ഒരുങ്ങുന്ന എത്രാം ദിവസം? 3-ാമത്തെ ദിവസം അല്ലെ? എല്ലാവരുടെയും മുഖത്തൊരു ചെറിയ പ്രകാശമൊക്കെ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ ഒത്തിരി ആഗ്രഹിക്കുന്നവരായിട്ട് അല്ലെ? നമ്മുടെ ഈ ഇന്നത്തെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കണ്ണുകളൊന്ന് ശരിക്കും നമുക്ക് അടയ്ക്കാം. നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ശരിക്കും നമുക്ക് അനുഭവിക്കാം. മാമോദിസയിൽ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അത് നമ്മൾ ആയിരിക്കുന്ന എല്ലാ അവസ്ഥകളിലും, നമ്മുടെ അന്തരീക്ഷത്തിലും, അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തന മേഖലയിലൊക്കെ ഈ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണം. അപ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ആത്മാർത്ഥമായിട്ട് പരിശുദ്ധയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ നമുക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്താണ് നമ്മുടെ ആ വിഷയം, ഹെഡിങ് എന്താണ്, ടൈറ്റില് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? പരിശുദ്ധാത്മാവായിട്ടുള്ള സൗഹൃദം അല്ലെ? നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു നല്ല വ്യക്തിയുടെ സൗഹൃദമാണ് അല്ലെ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏകാന്തതകള്, വിഷമതകള്, വേദനകളൊക്കെ അനുഭവിക്കുമ്പോൾ ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു നല്ലൊരു വ്യക്തിയുടെ സൗഹൃദമാണ്. ഏകാന്തതയിലുള്ള ഒരു അവസരങ്ങളിലൊക്കെ ശരിക്കും എന്നെ തൊടാനും, അതുപോലെ എൻ്റെ കൂടെ നിൽക്കാനും, എന്നെ ആശ്വസിപ്പിക്കാനും, എന്നെ സംരക്ഷിക്കാനും, എന്നെ വഴി നടത്താനും, എൻ്റെ കൂടെ എപ്പോഴും ആയിരിക്കാനും എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ആളുടെയാണ്. നമ്മുടെ ഒരു സൗഹൃദമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ? അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകാൻ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ നിൽക്കാൻ, നമ്മളെ ഒത്തിരി സ്നേഹിക്കാൻ ഉള്ള ഏറ്റവും വലിയൊരു സുഹൃത്തുണ്ട്. ആ സുഹൃത്താണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിന്റെ സൗഹൃദം, ഈ സൗഹൃദത്തിൽ എങ്ങനെ ആയിരിക്കാം എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഈ സൗഹൃദത്തെ പറ്റി ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. നിങ്ങൾക്കറിയാം ഏത് വചനഭാഗമാണ്? കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 13-ാം തിരുവചനം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 13-ാം തിരുവചനം. ബൈബിളുള്ളവരെല്ലാവരും തുറന്നു വെച്ച് അത് ഒരുമിച്ച് വായിക്കാം നമുക്ക് വചനം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ, നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. എന്താണ് വചനം? നമുക്ക് ഒരുമിച്ച് ഏറ്റു പറയാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു രസമുണ്ട് കേൾക്കാൻ അല്ലേ? എങ്ങനെയാണ്? The grace of our Lord Jesus Christ and the love of God the Father and the fellowship of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഫെല്ലോഷിപ്പ് എന്ന് വെച്ചാൽ ഒരു വലിയ സൗഹൃദം, സഹവാസം. പൗലോസ്ലീഹ എന്തുകൊണ്ടായിരിക്കും ഈ സഹവാസം എന്ന് പറയുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ ഫെല്ലോഷിപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചതിന്റെ കാരണം നിങ്ങൾക്കറിയാവൂ? എന്തുകൊണ്ടാണ്? കാരണം പൗലോസ്ലീഹ ഈ പരിശുദ്ധാത്മാവിന്റെ അനുഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായി. പൗലോസ് ആകുന്നതിന് മുമ്പ് സാവൂളായിരുന്നപ്പോൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന അവസരങ്ങളിലൊക്കെ പൗലോസിന്റെ ജീവിതത്തില് ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് അനന്യാസ് പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചെതുമ്പല് പോലെ എന്തോ കണ്ണിൽ നിന്ന് നടന്നു പോയി പൗലോസിന് കാഴ്ച തിരിച്ചു കിട്ടി. ഈ കാഴ്ച എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലോട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇതിനുശേഷം പൗലോസ് ചെയ്ത കാര്യങ്ങളും നടന്ന വഴികളും ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചതൊക്കെ വലിയ അത്ഭുതമാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ എന്താണ് എഴുതുന്നത്? സഹവാസം, എപ്പോഴും നമ്മളോട് കൂടി സഹവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ അഭിസംബോധന ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവര്, ശരിക്കും നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ കൂടെ ആയിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളവരൊന്ന് കൈപൊക്കുകയും നിങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കും. നമുക്ക് ഈ ആഗ്രഹം എന്നും വേണം കേട്ടോ. നമ്മുടെ ജീവിതത്തിലുടനീളം വേണം ഈ ആഗ്രഹം. ശരിക്കും മറിച്ച് നാം ചിന്തിക്കുമ്പോൾ എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മളെക്കാൾ ഉള്ള ആഗ്രഹത്തെക്കാൾ
നമ്മുടെ കൂടെ ആയിരിക്കാനുള്ള ഒരു ആഗ്രഹം പരിശുദ്ധാത്മാവിനുണ്ട്. ഒരു വലിയ ആഗ്രഹമുണ്ട്. മനസ്സിലായോ? കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ സഹവസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മൾ ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 21 മുതലുള്ള വചനങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. എന്താണ്? അവസാന നാളുകളിൽ എല്ലാവരുടെ മേൽ ഞാൻ ആത്മാവിനെ വർഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ജോയൽ പ്രവാചകനോട് അരുളിച്ചെയ്തത്. അതുകൊണ്ട് ഈ ആത്മാവിന്റെ സാന്നിധ്യം എല്ലാവരുടെ മേലും ഉണ്ട്. പക്ഷെ ഇത് അനുഭവവേദ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളും ആഗ്രഹിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്നതിനും കൂടുതൽ പരിശുദ്ധാത്മാവും ആഗ്രഹിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിട്ടുകൊടുക്കണം. ശരിക്കും നമ്മൾ നമ്മളെ തന്നെ എളിമപ്പെടുത്തി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് നമ്മുടെ കൂടെ സഹവസിക്കാനായിട്ട് പറ്റുന്നത്. പരിശുദ്ധാത്മാവ് സഹവസിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കണം. അതിന് നാം എടുക്കുന്ന വചനഭാഗം കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 14-ാം തിരുവചനം. കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 14-ാം തിരുവചനം. പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുക. നമ്മൾ ആദ്യം നമ്മൾ അറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ സഹവസിക്കാൻ പോകുന്ന ഒരു വ്യക്തിയായിട്ട് സൗഹൃദമാകണമെങ്കിൽ ആദ്യം ആ വ്യക്തി എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 14-ാം തിരുവചനം. എന്താണ്? ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകിയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം? ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാണ്. ലൗകിക മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? ലോകസുഖ മോഹങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഭൗതികമായ മാത്രം ചിന്തിക്കുന്ന മനുഷ്യൻ, ലൗകികമായ മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനം ഭോഷത്വമാണ്. ഫൂളിഷ്നെസ് ആണെന്നാണ് പറയുന്നത്. ഭോഷത്വം. കാരണം അതിൽ അർത്ഥമില്ല എന്നാണ് പറയുന്നത്. ഈശോ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഈശോ എന്താ പറയുന്നത്? ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഈ ലോകം എന്താണ്? ശരിക്കും ഭൗതികമായ രീതിയിൽ ചിന്തിക്കുന്നവർക്കാണ് ഈ ലോകം, അതായത് ലോകത്തിന് സാധിക്കത്തില്ല. അപ്പോൾ ഭൗതികമായി ചിന്തിക്കുന്നവന് ഈ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവൻ അത് സ്വീകരിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഇതൊരു ഭോഷത്വമായ കാര്യമാണ്. എന്നാൽ ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകിയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്, ഹൃദയം കൊണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ പരിശുദ്ധാത്മാവിന്റെ സുഹൃത്തായി തീരാനായിട്ടുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഹൃദയം കൊണ്ട് പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ കാണുന്നത്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ബഹുമാനിക്കുക. അത് നമ്മൾ കാണുന്ന എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനം. വചനം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, വായിക്കണം. വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിറയും കേട്ടോ. വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതാണ്. ദൈവനിവേശിതമാണ് വിശുദ്ധ ഗ്രന്ഥം. ദൈവനിവേശനം കേട്ടോ. എന്താണ് വചനം പറയുന്നത്? വിശ്വാസത്തിന്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നവരെ ഇത് തുടരേണ്ടി ഇരിക്കുന്നു. ഇത് നമ്മൾ ശരിക്കും ഇതിന്റെ ആഴത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ വിശ്വാസത്തിന്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ച് പൂർണ്ണമായ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുക. ചിലര് മാത്രമല്ല, എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ അളവനുസരിച്ച്, അതായത് ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നത് വരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് എപ്പോഴും ഒരു ബഹുമാനപൂർവമായ ഒരു നമ്മുടെ ജീവിതത്തിൽ അതിനൊരു അവസ്ഥ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന ദാനം എന്താണെന്നും നമ്മളോട് സഹവസിക്കാൻ പോകുന്നത് ആരാണെന്നുള്ള ഒരു അദ്ദേഹത്തോടുള്ള ആ വ്യക്തിയുള്ള ഒരു ബഹുമാനം നമുക്കുണ്ടായിരിക്കണം. അത് ഈ ഐക്യം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മനസ്സും നമ്മളോട് സഹവസിക്കാൻ പോകുന്ന ആ വ്യക്തിയും ആയിട്ടുള്ള ഒരു ഐക്യം. ഈ ഐക്യത്തിനാണ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഒരു ഐക്യം ഉണ്ടാകുമ്പോൾ ശരിക്കും സ്വാഭാവികമായിട്ട് ആ വ്യക്തിയെ നാം ബഹുമാനിക്കും. പരിശുദ്ധാത്മാവ് ഒരു പേഴ്സണാണ്, ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളോട് സഹവസിക്കാൻ പോകുന്ന വ്യക്തി ആരാണെന്നും ദൈവമാണെന്ന് പറഞ്ഞ ആ വ്യക്തിയെ നാം ബഹുമാനിക്കണം. ആദ്യം ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവിനെ നമ്മൾ മനസ്സിലാക്കണം. അതിന് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് പറയുന്നത്. രണ്ടെന്താണ്? റെവറൻസ്. പരിശുദ്ധാത്മാവിനോട് നമുക്കൊരു വിധേയത്വം.
ഒരു ബഹുമാനം, ഒരു സ്നേഹം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എല്ലാവരും പറയുന്ന പോലെ ഓ ഇതൊന്നും കാര്യമില്ല, ചുമ്മാ ഒരു അനുഭവമാണ്. അങ്ങനെയല്ല. നമ്മൾ പൂർണ്ണമായിട്ടും ബഹുമാനിക്കണം. ബഹുമാനിക്കുമ്പോൾ എന്താണ് അവിടെ സ്നേഹം ഉണ്ടാകും. അടുത്ത കാര്യമാണ് എന്ത്, നമ്മൾ ട്രസ്റ്റ് ചെയ്യാന്നുള്ളത്. അതായത് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം തിരുവചനം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം തിരുവചനം എടുക്കണം നമുക്ക്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം തിരുവചനം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം തിരുവചനം. നോക്കിയേ, ഈ വചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ബൈബിൾ ഉള്ളവരെല്ലാവരും ഒരുമിച്ച് വായിക്കണം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യു ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഈ വചനം ഭയങ്കര അർത്ഥമുള്ള നല്ല കൃപയുള്ള ഒരു വചനമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്നാണ് പറയുന്നത്. യേശുവിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ. എന്താണ് പൗലോസ് പറയുന്നത്? നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? നമ്മൾ വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കണം. മാമോദീസയിലൂടെ എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാകണം. യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ പരിശുദ്ധാത്മാവാണ്. നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ, ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ, യേശുവിന്റെ അതേ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഇത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെന്നും പരിശുദ്ധാത്മാവിന് എന്റെ ജീവിതത്തെ നയിക്കാൻ സാധിക്കുന്നു എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിന്റെ ഒരു വലിയ അവസ്ഥയിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ, ഒരു തൂവൽ പോലെയാണ്. നമുക്കൊന്നും പേടിക്കാൻ ആവശ്യമില്ല. കാരണം എൻ്റെ ഉള്ളിലിരുന്ന് എന്നെ സംരക്ഷിക്കുകയും എന്നെ നയിക്കുകയും എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് പേടിക്കേണ്ടതാണ്. ഭയം എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഈ ഭയത്തെ ഇല്ലാതാക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവാണ്. അതാണ് ഈ വചനം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ആകയാൽ പൗലോസ് പിന്നെ എന്താ പറയുന്നത്? നമുക്കൊരു വാണിംഗ് തരുന്നത്. ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ഈ ലോകവും ആത്മാവും തമ്മിലൊരു യുദ്ധമുണ്ട്. ലോകവും ആത്മാവും തമ്മിലൊരു യുദ്ധമുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്. ശരിക്കും ജഡത്തിന് കടപ്പെട്ടവർക്ക് എന്താ? ആത്മീയ ദാനങ്ങളോ ആത്മാവിന്റെ പ്രവർത്തനം മനസ്സിലാക്കില്ല. അതുകൊണ്ട് എന്താണ്, നമ്മൾ ഭൂമിയിലാണെങ്കിലും ഭൂമിയുടെ അതല്ലാത്ത രീതിയിൽ ദൈവത്തെ നോക്കി സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനായിട്ടാണ് നമ്മളോട് പൗലോസ് പറയുന്നത്. കാരണം ജഡത്തിൽ നിന്നുള്ള ആ പ്രവണതകൾ മാറി ആത്മാവിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാനും അതുപോലെ ആത്മാവിനെ നയിക്കപ്പെടാനുമായിട്ട് ശരിക്കും നമ്മൾ ആഗ്രഹിക്കും. അടുത്തത് പരിശുദ്ധാത്മാവിന്റെ സുഹൃത്താകാൻ, അല്ലെ പരിശുദ്ധാത്മാവായിട്ട് ഒരു ഫെല്ലോഷിപ്പ് നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ മനസ്സിലായത്? എന്താണ് ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള വലിയൊരു എന്താണ് അടുപ്പം അല്ലെങ്കിൽ സംഭാഷണം എന്നൊക്കെ അതിന് വേണേൽ അർത്ഥം പറയാൻ പറ്റും. നമ്മൾ സങ്കീർത്തനം 139:7 എടുക്കാം. സങ്കീർത്തനം 139:7 നമുക്ക് എടുക്കാൻ പറ്റുന്ന സങ്കീർത്തനം 139:7 എന്താണ് വചനം പറയുന്നത്? അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഒളിക്കും? മനസ്സിലായോ? അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഒളിക്കും? കാരണം ഈ ആത്മാവ് സാന്നിധ്യം പൂർണ്ണമായിട്ടും ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ കൂടെ ഉണ്ട്. അത് നമുക്ക് ഇതൊരു നമുക്ക് എന്താണ് ഒരു ബോധ്യമായിരിക്കണം. കാരണം ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവം കാണുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവം കാണുന്നുണ്ട്. ഒന്നും ദൈവം കാണാതെ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ദൈവാത്മാവിന്റെ പ്രവർത്തനം എന്താണ്? ദൈവാത്മാവ് നമ്മുടെ നിസ്സാര കാര്യങ്ങൾ പോലും മനസ്സിലാക്കുന്നുണ്ട്. അതായത് ചെറിയ നൊമ്പരങ്ങൾ പോലും മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ വേദനകളും മനസ്സിലാക്കുന്നുണ്ട്. അത് ദൈവാത്മാവ് എന്നെ അറിയുന്നു, എന്നെ മനസ്സിലാക്കുന്നു, എൻ്റെ കൂടെ ഉണ്ട്, സംരക്ഷിക്കുന്നു എന്നുള്ളൊരു ഉറച്ച ബോധ്യമാണ് നമുക്ക് ശരിക്കും ഉണ്ടാകേണ്ടത്. നമ്മൾ എവിടെ പോയാലും ദൈവാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. ഈ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യം പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനെ ബഹുമാനിക്കണം.
പരിശുദ്ധാത്മാവിൽ നമ്മൾ ശരണപ്പെടണം, ട്രസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധാരണ അർത്ഥമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഒരു ബന്ധം ഉണ്ടായിരിക്കണമെന്നാണ്. അതായത് എന്നിൽ എപ്പോഴും പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്, ഈ ആത്മാവ് ഏത് സാഹചര്യത്തിലും എന്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രവർത്തികൾ ചെയ്താലും എന്ത് കാര്യങ്ങളും കൂടുതൽ ഉണ്ടായാലും നമുക്ക് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഉണ്ടാകും. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഈ പരിശുദ്ധാത്മാവിനെ അറിയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എന്റെ ജീവിതത്തിൽ ഭയങ്കര വലിയ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരിക്കല് ഒരു സഹോദരനെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. ഞാൻ കഴിഞ്ഞ ഇടവപ്പള്ളിയിലായിരുന്ന സമയത്ത് ഒരു സഹോദരനെ ഇച്ചിരി ദൂരം നിന്നാണ് വന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന എന്താണ്? നിഗൂഢമായ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ സഹോദരന് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ പുള്ളിക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നമാണ്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനേ പറ്റുന്നില്ല. എന്താണെന്ന് നമുക്ക് ഇത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഈ സഹോദരൻ വന്നപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന്റെ മാനസികമായിട്ട് ബുദ്ധിമുട്ടാണോ എന്താണോ നമുക്ക് മനസ്സിലാവില്ല. അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചപ്പം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് ഉള്ളിന്റെ ഉള്ളിൽ എന്താണ്? അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോട് ഭയങ്കര വെറുപ്പാണെന്ന് പറയുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ മാതാപിതാക്കളോട് ഭയങ്കര വെറുപ്പാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ ചോദിച്ചപ്പം അദ്ദേഹം പെട്ടെന്ന് കരയാണെന്നുണ്ടായത്. എന്താ? ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളോട് ഭയങ്കര വെറുപ്പ്. കാരണം ഇദ്ദേഹത്തിന് ഈ വേണ്ട സ്വത്തുക്കളോ എന്തോ സമ്പാദ്യം ഒന്നും മാതാപിതാക്കളൊന്നും കൊടുത്തില്ല. അപ്പൊ ആ വെറുപ്പ് വെച്ചുകൊണ്ട് എന്താണ്, ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും പിശാച് ഇദ്ദേഹത്തെ ഇങ്ങനെ പറയുക, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ദൈവമില്ല, ദൈവത്തിന് ശബ്ദം അങ്ങനെ വെക്കത്തില്ല, ദൈവം കൂടില്ല എന്നുള്ളൊരു ഇത് കിട്ടുകയാണ്. അപ്പോൾ ഞാൻ ഈ പരിശുദ്ധാത്മാവിനെ ചോദിച്ചപ്പോൾ എന്താണ്, പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് സാന്നിധ്യം അവിടെ ഉള്ളപ്പോൾ ശരിക്കും ഇത് വെളിപ്പെടുത്തി നമുക്ക് തരുവാണ്. പിന്നെ എന്താണ്, ഈ തിന്മയുടെ അരൂപിക്ക് മാറിപ്പോകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ അണക്കര ധ്യാനിക്കാനായിട്ടൊക്കെ വിട്ടു. അവിടെ അദ്ദേഹം ധ്യാനിച്ച് അദ്ദേഹത്തിന്റെ ഈ പ്രശ്നമൊക്കെ മാറി എന്നാണ് അദ്ദേഹം പിന്നീട് അറിയിച്ചത്. അപ്പോൾ നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ തന്നെ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ എന്തിനു ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സത്യമായിട്ട് നമുക്ക് വലിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ടാണ് ആണെന്നാകും നിങ്ങൾ പരിശുദ്ധാത്മാവായിട്ട് സൗഹൃദം സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എപ്പോഴും തന്നെയായിട്ടിരിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തവരാണ്. നമുക്കൊരു സുഹൃത്ത് വേണം. എന്തേ ദൈവമായ ഈ സുഹൃത്തിനെ നമ്മൾ തേടിക്കൂടാ? ഈ സുഹൃത്തിനെ നമ്മുടെ ജീവിതത്തോട് വിളിച്ചുകൂടാ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തണം. നിങ്ങളുടെ ഒരു വാക്കിന് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അങ്ങനെ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സ്വന്തമാകണം, പ്രിയപ്പെട്ടവരാകണം. അങ്ങനെ ഒരു അനുഭവം പന്തക്കോസ്താ ദിനത്തിൽ നിങ്ങൾ ഒരുങ്ങി നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ദൈവം ഈശോ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും. ഈശോയ്ക്ക് വലിയ സന്തോഷമാണ് പരിശുദ്ധാത്മാവിനെ പറ്റി കൂടുതലായിട്ട് ചോദിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. കാരണം ഞാൻ പറഞ്ഞത്, ഈശോ നമുക്ക് പറഞ്ഞു തന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇംഗ്ലീഷിൽ പറയാം, റാഡിക്കൽ ചേഞ്ച് ആണ്. ഈ റൂട്ടിൽ നിന്ന് ഒരു വല്ലാത്ത ചേഞ്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് നമ്മൾ ബോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ സ്ഥിരം അനുഭവിക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും രാവിലെ ആയിരിക്കും ഞാൻ പരിശുദ്ധാത്മാവിനോട് ഗുഡ് മോർണിംഗ് ബെന്നിഹി എന്നൊക്കെ പറയുന്നത് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറയാം. പിന്നെ നമ്മൾ ഇങ്ങനെ നടക്കുമ്പം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. പിന്നെ ചില അനുഭവങ്ങളൊക്കെ രസമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ദിവസം എൻ്റെ വീടിന്റെ അടുത്ത് ഈ എൻ്റെ ഇടവക്കാരി ഒരു ചേച്ചി, പുള്ളിക്കാരി ഇങ്ങനെ വയ്യാതെ കിടക്കുവാണേ. അപ്പൊ ഞാനിങ്ങനെ അവധിക്കാൻ വീട്ടിൽ വന്ന സമയത്ത് ഈ ചേച്ചി ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ മരിച്ചു പോകുന്നൊന്നും ആരും ചിന്തിച്ചില്ലല്ലോ. അത് ഞാൻ ഇങ്ങനെ രാത്രി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, നീ പോയി ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കേ, ആ ചേച്ചി ഉടനെ മരിച്ചു പോകുന്നു. ഞാനത് ആദ്യം ഉൾക്കൊണ്ടില്ല. പിന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇങ്ങനെ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു സ്വരം ഇങ്ങനെ കേൾക്കുവാണ്, നമ്മളെ പോയി പ്രാർത്ഥിക്കും, നീ പോയി പ്രാർത്ഥിക്കും, ആ ചേച്ചിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ എന്തായാലും രാത്രി കൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഏകദേശം 2 മണിയായപ്പോഴേക്കും ആ ചേച്ചി മരിച്ചു. അപ്പൊ നമ്മൾ ഓർക്കുക, ഈ പരിശുദ്ധങ്ങൾ നമ്മളെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് നയിച്ചിട്ട് നമ്മൾ എത്തേണ്ട രീതിയിൽ എത്താനായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട്, നിങ്ങൾക്ക് ഒരു ചെറിയ വിഷമമുണ്ടോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മൾ കടന്നു, നിങ്ങൾ ആത്മാവിനെ വിളിക്കുക. പരിശുദ്ധാത്മാവ് ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ഇപ്പോഴൊരു പരിശുദ്ധങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട കണ്ടില്ലേ? പരിശുദ്ധാത്മാവ് സ്വീകരിക്കുമ്പോൾ പരിശുദ്ധം അടങ്ങിയിരുന്നില്ല. തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട് എന്താണ് എലിസബത്തിന്റെ അടുത്ത് ചെന്ന്
ആ രക്ഷയുടെ സന്ദേശം അറിയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് സ്വീകരിക്കുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് എപ്പോഴും വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആത്മാവിന്റെ നിറവിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കാം. ദാഹിക്കുന്നവർക്ക് ജീവജലം നൽകും. ഈശോ നമുക്ക് തരും. സമരക്കാരോട് ഈശോ പറഞ്ഞില്ലേ, ഒരിക്കലും നിനക്ക് ദാഹിക്കാത്ത രീതിയിലുള്ള ജീവജലം ഞാൻ നൽകുമെന്ന്. പ്രിയപ്പെട്ടവരെ, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും വേണ്ട. ദൈവത്തിന്റെ സ്നേഹം നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വേണ്ടത്? ഈ ഭൂമിയിൽ ഒന്നും വേണ്ട. ദൈവത്തിന്റെ സ്നേഹം എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കാനായിട്ട്, കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി ശരിക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ സങ്കീർത്തനം 51 നോക്കാം. സങ്കീർത്തനം 51. ബൈബിൾ ഉള്ളവരെല്ലാം ബൈബിൾ തുറന്ന് വായിക്കുക. ദാവീദ് തന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ ഹൃദയഭേദകമായ ഒരു പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളിൽ ഇല്ലാതായി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ വിശുദ്ധരുടെ ഒക്കെ ജീവിതം, അവരൊക്കെ ഇങ്ങനെ സഹനങ്ങളുടെ ബുദ്ധിമുട്ടിലും പ്രശ്നങ്ങളിലും എത്രയധികം പ്രയോജനങ്ങൾ ഉണ്ടായാലും അവരെയൊക്കെ പിടിച്ചു നിർത്തുന്ന ഈ പരിശുദ്ധമായിട്ടുള്ള സാന്നിധ്യമാണ്. ഈ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെന്ന് പറയുന്ന വ്യക്തി വലിയൊരു സംഭവം മാറും. അറിയാവോ? വലിയൊരു സംഭവം മാറും. ശരിക്കും നമ്മളിപ്പോ നമ്മളെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും കൂടെ ഒരാളുള്ളപ്പോൾ എന്നെ രക്ഷമായിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉള്ളപ്പം ഈ സംഭവമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവോട് വലിയ സൗഹൃദം ഉണ്ടാകും. എന്നും നമ്മളോട് പാപം ചെയ്ത് ഒരിക്കലും പരിശുദ്ധാത്മാവ് നമ്മൾ വേദനിപ്പിക്കരുത് കേട്ടോ. അതായത് ചെറിയ രീതിയിൽ പോലും ഒരു തെറ്റ് പോലും എൻ്റെ ഭാഗത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകത്തില്ല എന്ന് നമ്മൾ വലിയ തീരുമാനം എടുത്താൽ മാത്രമേ നമ്മൾ കുറച്ചൊക്കെ നമുക്ക് വളരാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി ദാഹിച്ച് നമുക്ക് ഈ ആരാധനയുടെ സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പരിശുദ്ധാത്മാവിന്റെ സൗഹൃദം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകാനായിട്ട് നമുക്ക് ആത്മാർത്ഥത പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവ കൃപ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നൽകും. ഞാൻ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് ചോദിക്കുന്ന ഒരു കാര്യം, ശരിക്കും ഈശോയെ എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുന്നതെന്ന് പരിശുദ്ധാത്മാവിനോട് ഞാൻ ചോദിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന, അതായത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് ഈ 15-ാമത്തെ വാക്യാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അതായത് ഈശോയെ സ്നേഹിക്കാൻ ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് ഈശോയുടെ വചനം പാലിക്കുക എന്നുള്ളതാണ്. വചന ഹൃദയത്തിൽ സ്വീകരിക്കുക, ഇത് പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ തേടുമ്പോൾ എന്താണ്, വചനം പാലിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക. പന്തക്കോസ്താ ദിനം അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ കാണുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും വലിയ ആത്മാവിന്റെ നിറവിന്റെ ഒരു അനുഭവം മാറാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.